പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയരെ, നാം കൂടുതലായി പ്രാർത്ഥിക്കുന്നു, എന്നാൽ കൂടുതൽ വിശുദ്ധരാകുന്നില്ല. നാം തീർത്ഥാടനങ്ങൾ നടത്തുന്നു, കൂടുതൽ വിശുദ്ധരാകുന്നില്ല. നാം കൂടുതൽ ഉപവസിക്കുന്നു, എന്നാൽ കൂടുതൽ വിശുദ്ധരാകുന്നില്ല. നാം കൂടുതൽ ത്യാഗങ്ങൾ ചെയ്യുന്നു, എന്നാൽ കൂടുതൽ വിശുദ്ധരാകുന്നില്ല. നാം കൂടുതൽ വചനം കേൾക്കുന്നു, എന്നാൽ കൂടുതൽ വിശുദ്ധരാകുന്നില്ല. നാം കൂടുതൽ വചനം പറയുന്നു, എന്നാൽ കൂടുതൽ വിശുദ്ധരാകുന്നില്ല. നാം ആരാധിക്കുന്നു, എന്നാൽ കൂടുതൽ വിശുദ്ധരാകുന്നില്ല. നാം ദാനധർമ്മം ചെയ്യുന്നു, എന്നാൽ കൂടുതൽ വിശുദ്ധരാകുന്നില്ല. നാം ബലികളും കാഴ്ചകളും അർപ്പിക്കുന്നു, എന്നാൽ കൂടുതൽ വിശുദ്ധരാകുന്നില്ല. കൂടുതൽ വിശുദ്ധരാകുന്നുണ്ടോ പ്രിയരെ? എല്ലാം ചെയ്തിട്ടും നാം ഏകദേശം പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു. അതല്ലേ യാഥാർത്ഥ്യം? ക്രൈസ്തവൻ്റെ വിളി വിശുദ്ധിയിൽ വളരാനും വിശുദ്ധരാകുവാനുമാണ്, കർത്താവിൻ്റെ വിശുദ്ധിക്ക് സാക്ഷ്യമേകാനുമാണ്. എന്നാൽ നാം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സ്വയമൊന്ന് പരിശോധിക്കാം. ഇതെല്ലാം ചെയ്തിട്ടും അസൂയയും സ്വാർത്ഥതയും അത്യാഗ്രഹവും വിട്ടുമാറുന്നില്ല. ഹൃദയപൂർവ്വം നിരുപാധികം ക്ഷമിക്കാനും സ്നേഹിക്കാനും പലപ്പോഴും പറ്റുന്നില്ല. പലപ്പോഴും നാം ദൈവത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു, നിരാശ പിടികൂടുകയും ചെയ്യുന്നു. പലപ്പോഴും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബന്ധങ്ങളുടെയും അശുദ്ധിയിൽ വീണുപോകുന്നു. കർത്താവ് ഓർമ്മിപ്പിക്കുന്ന പരിഹാരം വിശുദ്ധ പത്രോസിനെ മാതൃകയാക്കുക. വിളിച്ചവനെ തന്നെ നോക്കിയിരിക്കുക. സങ്കീർത്തനം 34:5. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. കൂടെയുള്ള കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ, ആ വചനങ്ങളെ മനസ്സിലാക്കാതെ, ഈശോയുടെ മനസ്സറിയാതെ കൂടെ ജീവിച്ച പത്രോസ് വിശുദ്ധ മത്തായി 16 നാം കാണുന്നു. പീഡാനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ യേശുവിനോട് ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നു പറഞ്ഞപ്പോഴും, യേശുനാഥൻ രക്തം വിയർത്തു പ്രാർത്ഥിച്ച രാത്രിയിൽ അവിടുത്തെ ഹിതത്തിനു വിരുദ്ധമായി കിടന്നുറങ്ങിയപ്പോഴും വിശുദ്ധ മത്തായി 26 നാം കാണുന്നു. ഗെത്സേമനിയിൽ യേശുനാഥൻ്റെ പഠിപ്പിക്കലിന് വിരുദ്ധമായി വാളെടുത്തു വെട്ടി ഭൃത്യൻ്റെ ചെവി ഛേദിച്ചപ്പോഴും, പീഡാസഹന രാത്രിയിൽ 3 പ്രാവശ്യം തൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞപ്പോഴും, യേശുനാഥൻ്റെ ഉയർപ്പിന് ശേഷം കൂടെയുള്ള ശിഷ്യരെ കൂട്ടി യേശുവിനെ പിൻചെല്ലാനായി വർഷങ്ങൾക്ക് മുമ്പേ ഉപേക്ഷിച്ച മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോയപ്പോഴും പത്രോസിൽ യേശുവിനായി തുടിക്കുന്ന ഒരു മനസ്സും ഹൃദയവും ശരീരവും ഉണ്ടായിരുന്നു. എപ്പോഴും അവിടുത്തെ കേൾക്കാനും കാണാനും കൂടെ ആയിരിക്കാനും ഓടി അടുത്തെത്താനും തീവ്രമായി ആഗ്രഹിച്ച് അവിടുത്തെ പക്കലേക്ക് മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ ഉയർത്തിയിരുന്നു, നോക്കിയിരുന്നു. വിശുദ്ധ മത്തായി 16 നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണെന്ന് പറഞ്ഞ ഗുരുവിനെ തിരിച്ചറിഞ്ഞിരുന്നു. ഉറങ്ങിയപ്പോൾ ഉണർന്നിരിക്കാൻ ശ്രമിച്ചിരുന്നു. തള്ളിപ്പറഞ്ഞപ്പോൾ അവിടുത്തെ നോക്കി ഹൃദയം നൊന്ത് കരഞ്ഞിരുന്നു. പിന്നീട് ഒരിക്കലും തള്ളിപ്പറയാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. മീൻ പിടിക്കാൻ ഇരുട്ടിൻ്റെ മറവിൽ പോയവൻ ഗുരുവിൻ്റെ പക്കലേക്ക്, വെളിച്ചത്തിലേക്ക്, പ്രഭാതത്തിലേക്ക് എല്ലാം വിട്ടുപേക്ഷിച്ച് നീന്തി കയറി. സഹനത്തെ ഭയപ്പെട്ടിരുന്നവൻ യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി കുരിശിൽ തലകീഴായി മരിച്ച് അവിടുത്തോടുള്ള കൂറ് പ്രകടമാക്കി. അതെ, കർത്താവിൻ്റെ സഭയുടെ ആദ്യ അമരക്കാരൻ എത്രമാത്രം ബലഹീനനായിരുന്നോ അതിനപ്പുറം ഉരുക്കുപോലുള്ള യേശു വിശ്വാസത്തിന്, യേശു സ്നേഹത്തിന് ഉടമയായിരുന്നു. ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിക്കാൻ എപ്പോഴും പരിശ്രമിച്ചിരുന്നു. അങ്ങനെ വിശുദ്ധിയിൽ വളർന്ന് പരിശുദ്ധനിൽ എത്തിച്ചേർന്നു. ദൈവമക്കളെ, ആദ്യ മാർപ്പാപ്പയുടെ കർത്താവ് ആരിൽ തൻ്റെ സഭയെ കെട്ടിപ്പടുത്തുവോ ആ പത്രോസിൻ്റെ, ആ വലിയ വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് വലിയ പ്രചോദനം നൽകുന്നു. ഏതു ബലഹീനതയിലും തളരാതെ തകരാതെ യേശുവിനെ തന്നെ നോക്കിയിരിക്കാൻ, യേശുവിനെ തന്നെ അനുഗമിക്കാൻ, അതാണ് വിശുദ്ധി. നമുക്കും വിശുദ്ധരാകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.